അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നല്ലേ, നമ്മളൊരാളെ വിളിക്കാൻ പോകുന്നതാണ്. കേസ് വിളിക്കാനെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നാട് ഉപേക്ഷിച്ച് കടലിൽ കിടന്ന് പോയിട്ട് കുറച്ച് നാളായി. അങ്ങനെ അവന് നാട്ടിൽ വന്നോളാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട് ഗീസ്. അങ്ങനെ അവനെ വിളിക്കാനായിട്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് എനിക്ക് നല്ല വെള്ളവും ജ്യൂസും ജിലേബിയൊക്കെ കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇക്കായെ പറഞ്ഞു വിട്ട് ഒരു ജ്യൂസും മാംഗോ ജ്യൂസും അതുപോലെ തന്നെ എന്താണ് 4 പേർക്ക് ഓരോരോ ജിലേബി വെച്ച് 4 ജിലേബി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഉത്സവം നടക്കുന്ന സീസണല്ലേ എല്ലായിടത്തും. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സിറ്റി ഫുള്ളിങ്ങനെ വെട്ടം, സിറ്റി ഫുള്ളല്ല, ഈ അമ്പലങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെട്ടങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പാട്ടും മേളവും അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുറേ കലാവിരുതുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ വെട്ടം ലൈറ്റുകൾ, കളർ ലൈറ്റുകളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഗീസ്. പിന്നെ എന്താണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോ അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോഴും ഇതേ കണക്ക് ഇങ്ങനെ എന്താണ് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വീണ്ടും അടുത്ത അമ്പലം, അവിടെ എത്തുമ്പോൾ വീണ്ടും ഇതേ കണക്ക് ലൈറ്റുകളായിട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും സംഭവങ്ങൾ കാണാൻ പൊള്ളിയായിരുന്നു കേട്ടോ. ഹലോ, എവിടെ ഇരിക്കണം പറയണ ആർക്കാ? ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങി വരുന്ന സ്ഥലം നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന കേസ്. അവനെ വിളിച്ചപ്പോഴത്തേന് അവന് ഭയങ്കര ജാട. അവൻ ഇവിടെയൊന്നും ഇല്ല, അവൻ ഇവിടെ നിന്നൊക്കെ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആളാവണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, 2 പള്ളം എടുത്തപ്പോൾ അവൻ പറഞ്ഞ് അവനവിടെ കോഫി ഷോപ്പിൻ്റെ ഫ്രണ്ടിലും കണ്ട് നിൽപ്പുണ്ടെന്ന്. പിന്നെ നേരെ നമ്മളിത് അങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ അന്താരാഷ്ട്ര ടെർമിനൽ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കാണാനുള്ള പെട്ടിയുണ്ട് അതിനെ ക്ലിയർ വഴി വാടാ. ഇത് ആര് വന്നേ ഇസ് നോക്കണം. ഇവനാണ് ഗെയ്സ് നമ്മൾ പറഞ്ഞ ആ മുതൽ, നാട് വിട്ടുപോയ മുതൽ ഇവനാണ്. നമ്മുടെ ആദ്യത്തേക്ക് വ്ളോഗിൽ ഇവരൊക്കെ ഉണ്ടായിട്ട്, നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ട്രാവൽ വ്ളോഗിലൊക്കെ ഇവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ചെറുക്കൻ പ്രാരാബ്ദം കാരണം നാട് വിട്ട് വിദേശത്തേക്ക് കുടിയേറിയിരുന്നു ഗെയ്സ്. എന്നിട്ട് ഇതായിപ്പം വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ ഉള്ളതിനെയൊക്കെ വാരിപ്പറക്കി എടുത്തുകൊണ്ട് നമുക്ക് എന്താണ് ഇനിയിപ്പോൾ ഫുഡ് അടിക്കാൻ പോകണം. ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 10 മണി കഴിഞ്ഞിട്ട് 10-11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ എന്താണ് വീട്ടിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു നല്ലൊരു സ്ഥലം നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതല്ലേ പറഞ്ഞ നീ പിണങ്ങി ഇവിടെ വന്ന് നമ്മള് നേരത്തെ അതിലെ അങ്ങോട്ടല്ലേ പോയ. നീ ഈ ഡാഷ് ഇതല്ലേ ഞാൻ ആ കട നോക്കിയപ്പോ പേടിച്ചതേ ഉള്ളു കിട്ടിയില്ല.
നമ്മളിത് ആ വെമ്പാലവട്ടത്തുള്ള രോഹിണി റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കഴക്കൂട്ടത്തായിരുന്ന സമയത്ത് മിക്ക ദിവസവും ഇവിടുന്നായിരുന്നു ഫുഡ് കഴിക്കാൻ വരുന്നത്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എന്ന് വെച്ചാൽ കോമ്പോസ് കിട്ടും കേട്ടോ. നല്ല കോമ്പോസ് എന്നാണ്, വലിയ പൈസയൊന്നുമില്ല, സാധാ നോർമൽ റേറ്റിന് നമുക്ക് എന്താണ് നല്ല കോമ്പോസൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളെന്താണ് മിക്ക ദിവസവും ഇവിടെ നിന്നാണ് കഴിക്കാൻ വരുന്നത്. അങ്ങനെ പിന്നെ എന്താണ് ഇപ്പോഴും ഇവിടെ തന്നെ നമ്മൾ കയറി. അപ്പോൾ നമ്മൾ എന്താണ് ബെറോട്ട ഓർഡർ ചെയ്ത്, അവർക്ക് ബെറോട്ട വേണ്ട, അവർക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, അവർ ദോശയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ ദോശയും ബെറോട്ടയും ഓർഡർ ചെയ്ത് പിന്നെ എന്താണ് ചിക്കൻ ഫ്രൈയും പിന്നെ എന്താണ് ചിക്കൻ ബെറോട്ടോ ആട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ കഴിച്ചപ്പോഴത്തേനും ചിക്കൻ ബെറോട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായില്ല ഗീസ്. അപ്പോൾ ഇക്ക പറഞ്ഞു മിക്കവാറും പാചകക്കാരൻ മാറിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗീസ്. പക്ഷേ ചിക്കൻ ഫ്രൈ ഒക്കെ സൂപ്പറായിരുന്നു, ബെറോട്ടയും കൊള്ളായിരുന്നു, ചിക്കൻ ഫ്രൈയും കൊള്ളായിരുന്നു. പക്ഷേ ബെറോട്ട ആ കാണുന്ന പോലെയല്ല ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ആ കറിയിൽ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗീസ്. നേരെ പോകുന്നത് അവളെ വീട്ടിൽ പോകണം. നല്ല വീട്ടിൽ പോയിട്ട് റാഷിദാരെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അവൻ്റെ വീട്ടിൽ പോകണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ ആരും സംഭവങ്ങൾ അറിഞ്ഞിട്ടില്ല, സർപ്രൈസായിട്ട് പോകാനാണ് ഇരുന്നത്. അങ്ങനെ നേരെ അവളെ വീട്ടിൽ വന്ന് കുറച്ച് സാധനം എടുക്കണം. ഇനിയിപ്പം നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകണം, അതിനുള്ള പരിപാടികളാണ്. അങ്ങനെ നമ്മളിത് അവൻ്റെ വീട്ടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗേസ്. ഇവിടെ എത്തിയിട്ട് കുറച്ചങ്ങ് ഉള്ളിലോട്ട് നടന്നു പോകണേ. എന്ന് വെച്ചാൽ നല്ല എന്താണ് റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൂടെ പോകാനുള്ളതാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല ഇരുട്ടും. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഗേസ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ കുറേ പൂച്ചകളും പട്ടികളും അതുപോലെ തന്നെ കുറേ പന്നികളും മാത്രമേ ഉള്ളൂ. വല്ല പന്നികളെ വന്ന് ഇടിച്ചിടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരു ധൈര്യത്തിലെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് നടന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, വെട്ടി പാട്ടയോ ആയിട്ട് അതേനെൻ്റെ എന്റെ മൊബൈലുണ്ടെങ്കിൽ നീ വീഡിയോ എടുക്കുന്ന അയ്യോ എനിക്ക് വിറകെ വരാൻ ടാസ്ക്. അപ്പം എന്താ ഇതാണ് കേസ്. ഇവിടുത്തെ വഴിയെന്ന് വെച്ചാൽ മൊത്തം കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. റോഡിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററുള്ള ഉള്ളിലോട്ട് പോകണം ഇവരെ വീട്ടിൻ്റെ അകത്ത്. അതാണെങ്കിൽ മറ്റുള്ള പൈപ്പ് ലൈനെങ്ങാണ്ട് എടുത്ത് മൊത്തം നാണ്ട് കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് വഴി. ഒരു വിധത്തിലാണ് ഇതിൽ നിന്ന് അങ്ങ് കയറിപ്പോയത്. പോണ വഴിക്കാണെങ്കിൽ ഒരു പണ്ടാരം പൂച്ച എവിടെ നിന്നുകൊണ്ടില്ല, പ്രേതം വരുമ്പോഴത്തേന് കിടന്ന് കരയണത് കണക്ക് അത് കിടന്ന് കരയണം. എൻ്റെ പൊന്നെ, എൻ്റെ ഉള്ളെല്ലാം കൂടെ കാതിപ്പോയി. പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ പാതിരാത്രി പന്നിയാവല്ല കാട്ടുപോത്തം കാണാൻ വന്ന് കുത്തിത്തള്ളിടുമെന്നുള്ള പേടി അതങ്ങനെ. പിന്നെ ദിക്റുസ്വലാത്തൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തി. അതിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും കൂടെ ഫ്രണ്ടേ പോയി ഗീസ്. നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ല. നോക്കിക്കാണ് അവിടെ ആരെയില്ല, തിരിഞ്ഞു പോലും നോക്കാതെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നു പോയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഫോണെല്ലാം കൂടെ അവൾക്ക് വെട്ടം കാണിച്ചു കൊടുക്കാനാണെങ്കിൽ ഫോൺ പൊക്കി പിടിച്ചതാണ്ട് ഇങ്ങനെയാണ് ഞാൻ പോയത്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി ഗീസ്. അങ്ങനെ പിന്നെ ഞാൻ വേറൊരു കാര്യം മറന്നുപോയെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിൽ അവർ നേരത്തെ എത്തി. എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അവർ ആ ഒരു മൊമെൻറ്റ് അവർക്ക് സർപ്രൈസായിട്ട് വരുമ്പോഴത്തേനും അവർ കാണുന്ന ആ ഒരു നിമിഷമില്ല, അത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേസ്. പക്ഷേ ഞാൻ അങ്ങ് അകലങ്ങളിലായിപ്പോയി. പക്ഷേ വേറൊരു ഫോണും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.